കാപ്പ കേസ് പ്രതിയെ സിപിഎമ്മിൽ ചേർത്തതിൽ വിവാദം കൊഴുക്കുന്നു. ബിജെപിയിലായിരുന്നപ്പോഴാണ് ശരൺചന്ദ്രൻ പ്രതിയായതെന്ന വിശദീകരണമാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം വന്നേക്കും. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് ഈ കാപ്പ കേസ് പ്രതിയെ വെട്ടിലാക്കി സിപിഎം പത്തനംതിട്ട ഘടകം വെട്ടിലായിരിക്കുന്നു എന്നുള്ള വാർത്ത. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ എതിർചേരിയിൽ നിന്നൊക്കെ ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ നടപടിയെ ന്യായീകരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. പക്ഷേ അങ്ങനെ ന്യായീകരിച്ച് കൈ കഴുകാനോ ഈ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഈ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് ശേഷം സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തിരിച്ചുവരവിന്റെ പാതയിലേക്ക് സംഘടന ശക്തിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കാപ്പ കേസിലെ നിരവധി കേസുകളിലെ പ്രതിയായ കാപ്പ കേസിലെ പ്രതിയായ ശരൺചന്ദ്രൻ എന്ന മലയാള സ്വദേശിയെ പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ച നടപടി കടുത്ത വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബിജെപിയും അതുപോലെ തന്നെ കോൺഗ്രസും അത്തരത്തിൽ പരസ്യ പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നു. ഇന്നലെ കെ സുരേന്ദ്രൻ തന്നെ ഇതിന് ശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഈ സിപിഎം ജില്ലാ സെക്രട്ടറിയെ അഭിനന്ദിക്കുന്നതായും പറയുന്നു. കാരണം കാപ്പ കേസ് പ്രതിക്ക് പാർട്ടി മെമ്പർഷിപ്പ് നൽകിയ സിപിഎമ്മിന്റെ നടപടിയെ അഭിനന്ദിക്കുമെന്ന പരിഹാസരൂപയാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ഇന്നലെ വിമർശനം ഉന്നയിച്ചത്. ക്രിമിനലുകളുടെ അഭയകേന്ദ്രമായി സിപിഎം മാറിയിരിക്കുന്നുവെന്നും കൂടി ജില്ലാ നേതൃത്വം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തെ ന്യായീകരിക്കുമ്പോൾ തന്നെ ഈ ശരൺചന്ദ്രൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സ്ത്രീകളെ അപമാനിക്കുന്ന അടക്കമുള്ള കേസുകളിലെ പ്രതിയായിരുന്നു. പോലീസ് എടുക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളിൽ പ്രതിയായ ശരൺചന്ദ്രനെ കാപ്പ കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ആ പ്രതിക്ക് സിപിഎമ്മിലേക്ക് അഭയം നൽകുന്ന പോലെയാണ് ഈ മെമ്പർഷിപ്പ് എന്നുള്ളതാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. ബാലജന സെക്രട്ടറി അടക്കം ആക്രമിച്ച വ്യക്തിയാണ് ഈ ശരൺചന്ദ്രൻ. അത്തരമൊരു വ്യക്തിക്ക് പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് ജില്ലാ തലത്തിലെ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും അമർഷമുണ്ട്. പക്ഷെ അവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു ജില്ലാ സെക്രട്ടറി നടപടിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിനെയും സത്യത്തിൽ ഈ വിഷയം വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അത് പരസ്യമായി പറയാൻ ഈ പ്രവർത്തകർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന തെറ്റുകൾ തിരുത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നുള്ളൊരു പ്രഖ്യാപനമാണ് സംസ്ഥാന സെക്രട്ടറി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സംഘടന ശക്തിപ്പെടുത്തി തിരിച്ചു വരുന്ന പാതയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനലുകളായ ആളുകളെ പാർട്ടിയിലേക്ക് എടുക്കുന്നത് വലിയ ഒരു വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അത് ജില്ലാ നേതൃത്വത്തെയും ഇപ്പോൾ വെട്ടിലാക്കിയിട്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണങ്ങൾക്ക് താഴെത്തട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരും അത് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അമർഷം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രൻ ബിജെപിയിൽ ഇരുന്ന സമയത്താണ്, ബിജെപിയിലും RSSലും ഉള്ള സമയത്താണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉണ്ടായത്. അത് ഈ കാപ്പ കേസിൽ പ്രതിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് നാട് കിടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെള്ളപൂശുന്ന ഒരു നിലപാടാണ് സിപിഎം ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഇന്നലെ പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോഴും അത്തരം ഒരാളുകൾക്ക് സിപിഎമ്മിൽ അഭയം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി പാർട്ടിയിൽ നിന്ന് തന്നെ താഴത്തുള്ള അണികളിൽ നിന്നും ഉയരുന്നുണ്ട്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായും അത് ഉണ്ടാകാൻ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളും അത്ര ഒരു ചർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. ഇന്നലെ തന്നെ സിപിഎമ്മിന്റെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് വിമർശനം ഉയർത്തിയിരുന്നു. ബിജെപിയും കടുത്ത ഭാഷയിൽ തന്നെ സിപിഎമ്മിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും സിപിഎം ഇപ്പോഴും പറയുന്നത്, ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്, ശരൺചന്ദ്രൻ കുറ്റവിമുക്തനാണ്. അദ്ദേഹം നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കുറ്റവിമുക്തനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും അടക്കമുള്ള വേദിയിലാണ് ശരൺചന്ദ്രനെ ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം.
തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകും.